സാംസങ് മൊബൈൽ എങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് സാംസങ് മൊബൈലിൻ്റെ കീ കോമ്പിനേഷനുകളായ വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ, ഈ 3 ബട്ടണും കുറച്ച് നേരം ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. ഹോം ബട്ടൺ ഇല്ലാത്ത ഫോണുകളാണ് എങ്കിൽ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും മാത്രം ലോങ് പ്രസ് ചെയ്താൽ മതി. എൻ്റെ ഈ ഫോണിൽ ഹോം ബട്ടൺ കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ 3 കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നിച്ച് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നിങ്ങൾ കൈ എടുക്കേണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു അപ്ഡേറ്റിംഗ് കമാൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലെ ഇൻസ്റ്റാളിംഗ് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ലഭിക്കും. നിങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റോളം അടുപ്പിച്ച് ഇത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പെട്ടെന്ന് റിക്കവറി മോഡിലേക്ക് വരും. നമുക്ക് റിക്കവറി മോഡിൽ വന്നിട്ട് വേണം ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് വരില്ല. 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോ കമാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വരും. നിങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവറി മോഡിലേക്ക് വരും. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഹാർഡ് റീസെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ യൂസേഴ്സ് ഡേറ്റാസുകളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ഡേറ്റാസുകളും നഷ്ടപ്പെട്ടു പോകും. പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെ മാത്രമേ നമ്മുടെ ഫോൺ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡേറ്റാസുകളും നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇതാണ് റിക്കവറി മോഡ്. ഈ ഒരു റിക്കവറി മോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഒന്നും തന്നെ ടച്ച് വർക്കാവത്തില്ല. നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണെന്നത് ഇതിൻ്റെ വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ ഉപയോഗിച്ച് വേണം താഴോട്ടും മുകളിലോട്ടും സെലക്ട് ചെയ്യേണ്ടത്. അത് കൺഫേം ചെയ്യേണ്ടത് പവർ ബട്ടൺ ഉപയോഗിച്ച്. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ വൈപ്പ് ഡേറ്റ ആൻഡ് ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങളുടെ വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ്, ഓക്കെ, ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ഇവിടെ കൺഫേം ചെയ്യുന്നതിനായിട്ട് പവർ ബട്ടൺ ഉപയോഗിച്ച് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോ എന്നും യെസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ താഴെ നോ യെസ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഒരു യെസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പവർ ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു യെസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് പവർ ബട്ടൺ ഉപയോഗിച്ച് കൺഫേം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഓൺ ആകും എന്നുള്ളതാണ്. സ്വിച്ച് ഓഫ് ആകും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏകദേശം 2 3 ചിലപ്പോൾ 5 മിനിറ്റോളം എടുക്കും ഫോൺ ഓണായി വരുന്നതിനായിട്ട്. ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യുന്നില്ല, എൻ്റെ കുറച്ച് ഡേറ്റാസുകളൊക്കെ ഇതിലുള്ളത് കൊണ്ട് ഞാൻ റീസെറ്റ് ചെയ്യുന്നില്ല, ഹാർഡ് റീസെറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു യെസ് ഓപ്ഷൻ നിങ്ങളുടെ പവർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓഫ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോൺ ഓണായി വരികയും ചെയ്യുമെന്നുള്ളത്. അപ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ പൂർണ്ണമായിട്ടും ഹാർഡ് റീസെറ്റായി കാണും. സകലമാന എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഹാർഡ് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലെ പ്രോബ്ലംസുകൾ മാറിക്കിട്ടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.